KR അക്കാഡമിയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. വളരെ പ്രധാനപ്പെട്ട ഒരു ക്ലാസ് ആണ് ഇന്ന് ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കാൻ പോകുന്നത്. രണ്ട് പരീക്ഷ എഴുതാതിരുന്നാൽ പ്രൊഫൈൽ ബ്ലോക്ക് ചെയ്യുമോ, അല്ലെങ്കിൽ PSC പരീക്ഷയിൽ കൺഫർമേഷൻ കൊടുത്തിട്ടും പരീക്ഷ എഴുതിയില്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാവുമോ, PSC ഡീബാർ ചെയ്യുമോ, അങ്ങനെയുള്ള ധാരാളം ചോദ്യങ്ങളാണ് ഉദ്യോഗാർത്ഥികളുടെ ഭാഗത്തു നിന്നും നിരന്തരമായിട്ട് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിനെല്ലാം ഒരു മറുപടി എന്നോണമാണ് ഇന്നത്തെ ക്ലാസ് ഞാൻ തയ്യാറാക്കിയിട്ടുള്ളത്. അപ്പോൾ വളരെ പ്രധാനപ്പെട്ട ഒരു ക്ലാസ് ആണ്. കാരണം പല ഉദ്യോഗാർത്ഥികളും പരീക്ഷ എഴുതാത്ത ഒരു സാഹചര്യം, അതായത് അപേക്ഷ സമർപ്പിച്ചിട്ടും പരീക്ഷ എഴുതാത്ത സാഹചര്യങ്ങൾ നിരവധി ഉണ്ടാകുന്ന ഒരു സമയമാണിത്. അതുകൊണ്ട് തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു ക്ലാസ് ആണിത്. എല്ലാവരുടെയും വളരെ ശ്രദ്ധയോടുകൂടി തന്നെ എല്ലാവരും അറിയേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമാണിത്. അപേക്ഷാ സമർപ്പണം പൂർത്തിയാക്കി 1-2 വർഷങ്ങൾക്ക് ശേഷമാണ് സാധാരണയായിട്ട് പരീക്ഷയൊക്കെ വരാറുള്ളൂ. ഇപ്പോൾ ഉദാഹരണമായിട്ട് ഇപ്പോൾ 2025 നിങ്ങൾ ഒരു PSC പരീക്ഷയുടെ നോട്ടിഫിക്കേഷൻ വരുന്നതെങ്കിൽ അതിൻ്റെ പരീക്ഷ നടക്കുന്നത് എപ്പോഴാണ്? 2026 ആയിരിക്കും അല്ലേ? 2026 ഏതെങ്കിലും ഒരു മാസമായിരിക്കും. അത് ഇന്ന മാസമെന്ന് നമുക്ക് കൃത്യമായിട്ട് ഉറപ്പിച്ച് പറയാൻ പറ്റാത്ത ഒരു സാഹചര്യമാണ് ഉള്ളത്. കാരണം പലപ്പോഴും പരീക്ഷയുടെ ടൈം ടേബിൾ, ടെൻറ്റേറ്റീവ് എക്സാം ഷെഡ്യൂളൊക്കെ വന്നതിന് ശേഷമൊക്കെ മാറ്റങ്ങളൊക്കെ ഉണ്ടാവാനുള്ള സാധ്യത ഏറെയാണ്. അപ്പോൾ അങ്ങനെയുള്ള സംഭവങ്ങളും ധാരാളമായിട്ട് നടക്കുന്നുള്ളതിനാൽ പലപ്പോഴും അപേക്ഷ സമർപ്പിച്ചതിന് ശേഷം 1 വർഷമോ അല്ലെങ്കിൽ 2 വർഷമൊക്കെ കഴിഞ്ഞായിരിക്കും പരീക്ഷ നടക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാവുന്നത്. അപ്പോഴേക്കും പല ഉദ്യോഗാർത്ഥികൾക്കും പല കാരണങ്ങൾ മൂലം പരീക്ഷ എഴുതാൻ പറ്റാത്ത സാഹചര്യങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട്. ചിലപ്പോൾ കല്യാണം ഉണ്ടാവാം, അല്ലെങ്കിൽ മരണം ഉണ്ടാവാം, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ അവരുടേതായ പേഴ്സണൽ പ്രശ്നങ്ങൾ മൂലം പലപ്പോഴും പരീക്ഷ എഴുതാൻ പറ്റാത്ത ഒരു സാഹചര്യങ്ങൾ ഉദ്യോഗാർത്ഥികൾക്ക് ഉണ്ടാവാറുണ്ട്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ പരീക്ഷ എഴുതാൻ പറ്റാത്ത ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ടിയിട്ട് PSC ബാക്കിയുള്ള നടപടികളെല്ലാം തന്നെ പരീക്ഷ എഴുതുന്നവർക്ക് വേണ്ടി തയ്യാറാക്കിയ പോലെ തന്നെ അപേക്ഷ സമർപ്പിച്ച എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും വേണ്ടിയിട്ട് നടപടിക്രമങ്ങളൊക്കെ പൂർത്തീകരിക്കാറുണ്ട്. പക്ഷേ അതിനുശേഷം അത് PSCക്ക് അത് വലിയൊരു നഷ്ടത്തിലേക്ക് നീങ്ങുന്ന ഒരു സാഹചര്യമായപ്പോൾ PSC ആലോചന യോഗങ്ങൾ നടത്തുകയും അതിനുശേഷം കൺഫർമേഷൻ എന്ന് പറയുന്ന ഒരു പ്രോസസ്സ് കൊണ്ടുവരികയും ചെയ്തു. ഈ കൺഫർമേഷൻ കൊടുത്ത ഉദ്യോഗാർത്ഥികൾക്ക് മാത്രം പരീക്ഷ എഴുതാൻ സാധിക്കുകയുള്ളൂ എന്നുള്ള ഒരു നിബന്ധന കൊണ്ടുവരികയും അങ്ങനെ കൺഫർമേഷൻ കൊടുത്തവർക്ക് വേണ്ടി മാത്രമുള്ള ബാക്കി തുടർ നടപടികൾ സ്വീകരിച്ചാൽ മതി എന്നുള്ള ഒരു സാഹചര്യം ഉണ്ടാവുകയും, അപ്പോൾ അങ്ങനെ കൺഫർമേഷൻ കൊടുത്തതിന് ശേഷവും പരീക്ഷ എഴുതാത്ത ഉദ്യോഗാർത്ഥികൾ നിരന്തരമായിട്ട് വർദ്ധിച്ചു വരുന്ന ഒരു സാഹചര്യത്തിൽ പിന്നീട് എന്ത് നടപടിയാണ് വേണ്ടത് എന്ന് PSC ആലോചനയിൽ ഇരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. അപ്പോൾ ഈ PSC ആലോചിക്കുന്ന അവസരത്തിൽ പരീക്ഷ എഴുതാനുള്ള സൗകര്യം PSC ഒരുക്കേണ്ടതായിട്ടുണ്ട്. ഈ കൺഫർമേഷൻ കൊടുത്തിട്ടുള്ള എല്ലാവർക്കും പരീക്ഷ എഴുതാൻ വേണ്ടിയിട്ട് സൗകര്യം ഒരുക്കേണ്ടതുണ്ട്. അപ്പോൾ അങ്ങനെ സൗകര്യം ഒരുക്കുന്ന അവസരത്തിൽ കൺഫർമേഷൻ കൊടുത്തതിന് ശേഷവും പരീക്ഷ എഴുതാതെ വരുമ്പോൾ അത് PSCക്ക് ഒരു നഷ്ടമുണ്ടാകുന്ന ഒരു കാര്യമായിട്ടാണ് വരുന്നത്. അപ്പോൾ അതിനു വേണ്ടിയിട്ട് പലപ്പോഴും PSCക്ക് ധാരാളം ചെലവുകൾ ഉണ്ടാകുന്ന ഒരു സാഹചര്യം ഉള്ള ഒരു സമയം ആണ് ഇപ്പോൾ നിലവിൽ. കൺഫർമേഷൻ കൊടുത്തിട്ടും പല ഉദ്യോഗാർത്ഥികളും പരീക്ഷ എഴുതുന്നില്ല. അപ്പോൾ പല ആലോചനകളും PSCയുടെ ഭാഗത്ത് നിന്ന് നടക്കുന്നുണ്ട്. അപ്പോൾ നിലവിൽ തീരുമാനങ്ങളൊന്നും തന്നെ ആയിട്ടില്ല എങ്കിൽ പോലും കൺഫർമേഷൻ കൊടുത്തിട്ട് പരീക്ഷ എഴുതാത്ത ഒരു സാഹചര്യം ഉണ്ടാകുന്ന ഉദ്യോഗാർത്ഥികൾക്ക് എതിരെ നടപടി ഉണ്ടാവാനുള്ള സാധ്യത, എന്താണ് നടപടി എടുക്കേണ്ടത്, അല്ലെങ്കിൽ എന്താണ് അതിനെക്കുറിച്ച് പുനർ നടപടികൾ എന്തൊക്കെയാണ് ആവിഷ്കരിക്കേണ്ടത് എന്നതിനെക്കുറിച്ചൊക്കെ വിശദമായ ആലോചനകൾ PSC യോഗങ്ങളിലൊക്കെ ചർച്ചകൾ നടക്കുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. അതുകൊണ്ട് തന്നെ ഉദ്യോഗാർത്ഥികളുടെ ഭാഗത്തു നിന്ന് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നിങ്ങൾ ചെയ്യേണ്ടത്. നിങ്ങൾ പരമാവധി പരീക്ഷ എഴുതാൻ പറ്റാത്ത സാഹചര്യമാണ്, പരീക്ഷ എഴുതാൻ സാധിക്കില്ല എങ്കിൽ കൺഫർമേഷൻ കൊടുക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഓരോ ഉദ്യോഗാർത്ഥികളും പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. കൺഫർമേഷൻ നൽകിയതിനു ശേഷം അകാരണമായി പരീക്ഷ എഴുതാതിരിക്കുന്നത്
വലിയ ഒരു നഷ്ടമുണ്ടാക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. പരീക്ഷ എഴുതാമെന്ന് ഉറപ്പ് നൽകിയവർക്ക് പരീക്ഷാ കേന്ദ്രങ്ങൾ കണ്ടെത്തുകയും ഇൻവെൻജിലേറ്റർ, ചീഫ് സൂപ്രണ്ടർമാർ, PSC ഉദ്യോഗസ്ഥർ എന്നിങ്ങനെ ക്രമീകരിക്കുകയും ചെയ്ത് പരീക്ഷ നടത്തുമ്പോൾ പരീക്ഷാ ഹാളിൽ ഉദ്യോഗാർത്ഥികൾ ഇല്ലാതിരിക്കുന്നത് പൊതുപണം നഷ്ടപ്പെടുത്തുന്നതിനും മനുഷ്യാധ്വാനം പാഴാകുന്നതിനും കാരണമാകുന്ന ഒരു സാഹചര്യമാണ്. അത് പ്രത്യേകമായിട്ട് ഓർക്കണം. അതിനാൽ ഒഴിവാക്കാൻ കഴിയാത്ത ആവശ്യമാണെങ്കിൽ മാത്രമേ പരീക്ഷ എഴുതാതിരിക്കാവൂ എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട ഒരു നിർദ്ദേശം നൽകാൻ പറ്റുന്നത്. അപ്പോൾ ഇതിൽ സംബന്ധിച്ച തീരുമാനങ്ങളൊക്കെ ഉടനടി PSCയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവാനുള്ള സാഹചര്യങ്ങൾ വളരെ വലുതാണ്. അതിനുവേണ്ടിയുള്ള ചർച്ചകളും കാര്യങ്ങളൊക്കെ തന്നെ എങ്ങനെ വേണം എന്നതിനെ കുറിച്ചൊക്കെ നടക്കുന്നുണ്ട്. അതുകൊണ്ട് പരീക്ഷയ്ക്ക് കൺഫർമേഷൻ കൊടുത്തിട്ട് പരീക്ഷ എഴുതാൻ പറ്റാത്ത ഒരു സാഹചര്യം ഉണ്ടാവുകയാണെങ്കിൽ അത് വളരെയധികം വില കൊടുക്കേണ്ടി വരുന്ന ഒരു നിമിഷമായി മാറും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. കാരണം വെച്ചാൽ അതിനെ സംബന്ധിച്ചുള്ള തുടർ നടപടികളിൽ എന്ത് വേണം എന്നതിനെക്കുറിച്ചൊക്കെ വിശദമായ ആലോചനകളൊക്കെ നടന്നു വരുന്ന ഒരു സാഹചര്യമാണ്. അതിനെ സംബന്ധിച്ച് ഉടനടി തീരുമാനങ്ങളൊക്കെ ഉണ്ടാവും എന്നുള്ള ഒരു അറിവാണ് PSCയിൽ നിന്ന് അറിയാൻ കഴിയുന്നത്. അതുകൊണ്ട് തന്നെ ഓരോ ഉദ്യോഗാർത്ഥികളും വളരെ ശ്രദ്ധയോടുകൂടി തന്നെ ഇരിക്കേണ്ട ഒരു കാര്യമാണ്, അത് ചെയ്യേണ്ട കാര്യമാണ്. നിങ്ങൾ പരീക്ഷ എഴുതാൻ പറ്റാത്ത സാഹചര്യമാണ് എങ്കിൽ കൺഫർമേഷൻ കൊടുക്കാതിരിക്കുക. കൺഫർമേഷൻ കൊടുത്താൽ പരമാവധി പരീക്ഷ എഴുതാൻ വേണ്ടിയിട്ട് എല്ലാവരും ശ്രദ്ധിക്കുക. അപ്പോൾ ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഒരിക്കൽ കൂടി എന്ന് പറഞ്ഞു നിർത്തട്ടെ. നന്ദി, നമസ്കാരം.